ബാങ്ക് അക്കൗണ്ടുള്ള അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് ATM കാർഡ് കാണും. അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിലവിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ശമ്പളം സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളികൾ വരുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. ഏപ്രിൽ മുതൽ അങ്ങോട്ട് കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക പൂർണ്ണമായിട്ട് നമുക്ക് ഇനി എടുക്കാൻ സാധിക്കുകയില്ല. ബാങ്കുകൾ നിശ്ചയിച്ചിട്ടുള്ള മിനിമം ബാലൻസ് അത് കീപ്പ് ചെയ്തില്ല എങ്കിൽ, അതായത് അത് നമ്മളുടെ മാസം അവസാനം വരെ അത് കണ്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളിൽ നിന്ന് വലിയൊരു പിഴ തന്നെ ഈടാക്കാവുന്ന പുതിയ സംവിധാനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. നിലവിൽ മുൻപും ഉണ്ടായിരുന്നതാണ്, പക്ഷേ എങ്കിലും അന്നൊക്കെ അത്ര കണ്ട് അത് നിർബന്ധമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത് കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടി ബാങ്കുകൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാ ബാങ്കുകൾക്കും വ്യത്യസ്ത തരത്തിലാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കും. സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷേ അവർക്ക് ട്രാൻസാക്ഷൻ എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഇനി അതോടൊപ്പം തന്നെ മറ്റ് നോർമൽ സേവിങ്സ് അക്കൗണ്ടൊക്കെ ഉള്ള വ്യക്തികൾ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിൽ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടിലുള്ളത് എങ്കിൽ അതിന് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് എടുത്ത അക്കൗണ്ട് സീറോ ബാലൻസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ മാസവും കൃത്യമായിട്ടൊരു ഫൈൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് കാരണമാകും. പിന്നീട് അക്കൗണ്ട് നിർജ്ജീവമാക്കപ്പെടാനോ അല്ലെങ്കിൽ മൈനസ് ബാലൻസിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ATM ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിലവിൽ നമ്മളുടെ ബാങ്കിൻ്റെ തന്നെ ATM ശൃംഖലകളിൽ നിന്ന് പിൻവലിക്കുന്നത് സൗജന്യമായിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. പണം പിൻവലിക്കൽ മാത്രമല്ല, മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് പരിശോധിക്കൽ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം നമ്മൾ ATM കാർഡ് ATM മെഷീനിലിട്ട് പരിശോധിക്കാറുണ്ട്. അങ്ങനെ പണം പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും നമ്മളുടെ തന്നെ, അതായത് നമ്മൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അതേ ബാങ്കിൻ്റെ തന്നെ ATM ശൃംഖലകളെ ആശ്രയിക്കാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ അവരുടെ ATM ശൃംഖലകളാണ് ആശ്രയിക്കുന്നത് എങ്കിൽ അത് 3 മുതൽ 5 സേവനങ്ങൾ വരെ മാത്രമാണ് ഒരു മാസം സൗജന്യമായിട്ട് തരുന്നത്. അതിനുശേഷമുള്ള ഓരോ ഇടപാടുകളിലും ATM കാർഡ് മറ്റൊരു ബാങ്കിൻ്റെ ATM ശൃംഖലയിലിട്ട് നടത്തുന്ന ഇടപാടുകൾക്ക് ബാങ്ക് ഒരു നിശ്ചിത നിരക്ക് ഈടാക്കാറുണ്ട്. മുൻപത് 17 രൂപ വരെയായിരുന്നു. ഇനി അത് 23 രൂപ മുതൽ 25 രൂപ വരെ ആക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. വിവിധ ബാങ്കുകൾക്ക് വ്യത്യസ്ത നിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 25 രൂപ വരെ പരമാവധി എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ചെറുകിട ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാങ്കുകളിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്തരം ബാങ്കുകളുടെ ATM ശൃംഖലകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ ATM ശൃംഖലകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വലിയൊരു നഷ്ടം നമുക്ക് വരുന്നത്. അതായത് നിശ്ചിത സൗജന്യ പരിധിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നീട് ഓരോ ഇടപാടിനും 25 രൂപ വീതമൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടമാണ് അക്കൗണ്ട് ഉടമയ്ക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ബാലൻസ് പരിശോധിക്കലിലും മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കലിലും ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ബാധകമാകും. അതുകൊണ്ട് തന്നെ സൗജന്യ പരിധി കഴിയാതിരിക്കുന്നതിന് വേണ്ടി മറ്റ് ബാങ്ക് ശൃംഖലകളുടെ ATM ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ചുരുക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏറ്റവും അവസാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നിട്ടുള്ളവർക്ക് 436 രൂപയാണ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. 2 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസിൻ്റെ തുക ഡെബിറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാസമാണ് മെയ് മാസം. ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് നമ്മളുടെ ഫോണിലേക്ക് വരും. നമുക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ കൃത്യമായിട്ട് ആ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു SMS വരുന്നതായിരിക്കും. അക്കൗണ്ടിൽ തുക 436 രൂപയ്ക്ക് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. എപ്പോൾ വേണമെങ്കിൽ തുക ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടാം. ഇൻഷുറൻസ് ആ രീതിയിലാണ് പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.